ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗ്രാമീണ ബാങ്കുകളിൽ ഓഫീസ് അസിസ്റ്റന്റിന്റെ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട യോഗ്യത എന്താണ്, ഇതിന്റെ പ്രായപരിധി എത്രയാണ്, അതുപോലെ തന്നെ ഇത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഗ്രാമീണ ബാങ്കുകളിൽ ഓഫീസ് അസിസ്റ്റന്റ് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് ഗ്രാമീണ ബാങ്കുകളിലെ ഓഫീസ് അസിസ്റ്റന്റ്. അതിലേക്ക് നേരത്തെ PSCയുടെ ഓഫീസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കേരള ഹൈക്കോർട്ടിന്റെ OA വിളിച്ച സമയത്ത് അതിലേക്ക് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രാമീണ ബാങ്കുകളിൽ ഓഫീസ് അസിസ്റ്റന്റിന്റെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിലേക്ക് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട്. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം, പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണമെന്നും കൂടി അവർ പറയുന്നുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട അവസാന തീയതി ജൂൺ 27-നാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട അവസാന തീയതി. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പല ഉദ്യോഗാർത്ഥികളും പരാതി പറഞ്ഞിരുന്നു, സാറേ ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് അപേക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 to 28 അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. അതുപോലെ തന്നെ വിധവകൾക്കും പുനർവിവാഹിതരാകാത്തവർക്കൊക്കെ തന്നെ 5 വർഷത്തെ വയസ്സിളവുണ്ട്. OBC-കാർക്ക് 3 വർഷത്തെയും SC/ST-കാർക്ക് 5 വർഷത്തെയും വയസ്സിളവ് ഇതിലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാം തന്നെ സാധാരണ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്, ഈ വിധവകൾക്ക് വയസ്സിളവുണ്ടോ, അല്ലെങ്കിൽ വിധവകൾക്ക് അപേക്ഷിക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സമയത്തും ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ ഭിന്നശേഷിക്കാരുടെ ആണെങ്കിലും വിധവകളുടെ ഒക്കെ ആണെങ്കിലും വയസ്സിളവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ അപേക്ഷ ഇതിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. IBPS.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ വിവരങ്ങളും, വിശദമായ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാണ്. അപ്പോൾ കേരള ഗ്രാമീണ ബാങ്കുകളിൽ, രാജ്യത്തുടനീളമുള്ള ഗ്രാമീണ ബാങ്കുകളിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഓഫീസ് അസിസ്റ്റന്റ് തന്നെ ഏകദേശം 100 ഒഴിവുകൾ, 100-ന് മുകളിൽ ഒഴിവുകളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ എല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരരുത് എന്നുള്ള കാരണത്താലാണ് ഞാൻ ഡിഗ്രിയുള്ള എടുത്തു പറഞ്ഞത്. ഡിഗ്രിക്കാർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഓഫീസ് അസിസ്റ്റന്റ്, ഗ്രാമീണ ബാങ്കുകളിലെ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കണം. എല്ലാവർക്കും പരീക്ഷ ഓഗസ്റ്റിൽ ഉണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ലഭ്യമാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.